തനിക്ക് പേര് മറന്നു പോയതുണ്ട്. ഓരോരുത്തരും അവർ they are going to tell their names. പേര് ശരത്ത്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പേരഖില്, 10ൽ പഠിക്കുന്നു. വാളൂരിലും പഠിക്കുന്നു. ഒത്തുചേരാം കൂട്ടരെ നാം പിറന്ന നാടിനെ നരകമാക്കി മാറ്റിടുന്ന ശക്തിയെ തുരത്തുവാൻ. ഒത്തുചേരാം കൂട്ടരെ നാം പിറന്ന നാടിനെ നരകമാക്കി മാറ്റിടുന്ന ശക്തിയെ തുരത്തുവാൻ. സർവവും നശിച്ചിടുന്ന കാലമെത്തി കൂട്ടരെ, ഇനിയും ഉണരാൻ വൈകി എന്നാൽ നാളെ നമ്മൾ. പന്ത്രണ്ട് വയസ്സ് തുടങ്ങി ഇവിടെ ജീവിക്കുന്നത്. അതുവരെ കൊടുങ്ങല്ലൂർ എൻ്റെ അമ്മ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. സ്കൂളൊക്കെ എല്ലാം ഇവിടെ തന്നെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ 20 വയസ്സായപ്പോൾ വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കൂടെ BARCയിലാണ് ഹസ്ബൻഡിൻ്റെ ജോലി, ബോംബെക്ക് പോയി. അവിടെ 28 കൊല്ലം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ. കഴിഞ്ഞ് അദ്ദേഹം വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പോന്നു. ഇവിടുത്തെ പശ്ചാത്തലമൊക്കെ കണ്ട്, ഇതിൻ്റെ സൗന്ദര്യം കണ്ട് കുറച്ചു കാലം ഈ ജീവിതം നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ച് തിരിച്ചിങ്ങോട്ട് വന്നു. സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു അച്ഛൻ. 20 മിനിറ്റ് കൊണ്ട് നടന്ന് സ്കൂളിലെത്തും. നടന്നാണ് എന്നും പോകുന്ന, വാഹനങ്ങളൊന്നുമില്ല. ഈ പാടവും പശ്ചാത്തലമൊക്കെ വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. കമ്പനി വന്നതിന് ശേഷമാണ് അച്ഛൻ്റെ ആരോഗ്യം ഡൗൺ ആയത്. അതുവരെ അച്ഛൻ നല്ല ഹെൽത്തി ആയിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത്, ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അച്ഛന് ഈ കമ്പനി തുടങ്ങി 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛന് ആസ്മ വന്നു. പിന്നെ ആസ്മ അധികമായി അച്ഛൻ ഫൈബ്രോസിസ് ഓഫ് ദ ലങ്സ് വന്നിട്ട് മരിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൂടെ താമസിക്കാൻ വേണ്ടി എൻ്റെ അനിയത്തി ചാലക്കുടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞൊരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്കും ലങ്സ് ക്യാൻസർ വന്ന് അവർ മരിച്ചു. അനിയത്തി ഇവിടെ വന്നതിന് ശേഷമാണ് അനിയത്തിക്ക് ആസ്മ സിവിയറായി തുടങ്ങിയത്. കുറേശ്ശെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കും, തിരിച്ച് ചാലക്കുടിക്ക് പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്ന് സ്ഥിരം താമസാക്കിയപ്പോൾ ആസ്മ അധികമായി. എന്നിട്ട് പിന്നെ അത് പിന്നീടാണ് കണ്ടുപിടിച്ചത് ക്യാൻസറാണെന്നുള്ളത്. ഡയഗ്നോസിസ് നടത്തിയത് വളരെ ലേറ്റായി. 99 ഡയഗ്നോസിസ് കഴിഞ്ഞു, 2000 മരിച്ചു എൻ്റെ അനിയത്തി. പിന്നെ ഇപ്പം എനിക്ക് ഇതിങ്ങനെയുണ്ട്. ഇവിടെ വന്ന് ഈ വായു ശ്വസിച്ചതിന് ശേഷം എനിക്ക് കുഴപ്പങ്ങൾ വന്നത്. ഇപ്പം ഈ പ്രദേശത്ത് 13 പേര് എനിക്ക് നേരിട്ട് പരിചയമുള്ളവർക്ക് ഈ അസുഖം വന്ന് ക്യാൻസർ വന്ന് മരിച്ചു പോയിട്ടുണ്ട്. പേരെടുത്ത് പറയാവുന്നവർ 13 പേരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയണവരുണ്ട്. ഇനിയും ഓരോരുത്തർക്ക് ഇതിപ്പോൾ മാപ്രാണം ജോസിന് വന്ന് ട്രീറ്റ്മെൻറ്റിൽ നടക്കുകയാണ്. പിന്നെ ഒരു കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഒരാളുടെ മകള്, ഷീ ഈസ് വെരി യങ്, 2 ചെറിയ കുട്ടികളാണ്. അവർക്കും ഉണ്ട് വയറ്റിൽ ക്യാൻസറാണ്, ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. കാതിക്കുടം തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കാർഷിക ഗ്രാമം. നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും അതിരിടുന്ന ഈ ഹരിതസമൃദ്ധിയുടെ ഉറവിടം ഗ്രാമത്തിന്റെ തെക്കു പടിഞ്ഞാറായി ഒഴുകുന്ന ചാലക്കുടി പുഴയാണ്. ആയിരത്തി 1975 സംസ്ഥാന സർക്കാരിന്റെ വികസന കണ്ണുകൾ ഈ പുഴയോര ഗ്രാമത്തിലേക്ക് തിരിയുന്നത്. ആ വർഷം കാതിക്കുടം ആസ്ഥാനമാക്കി കേരള വ്യവസായ വികസന കോർപ്പറേഷനും ജപ്പാനിലെ നിറ്റ ജലാറ്റിൻ കമ്പനിയും ചേർന്ന് കേരള കെമിക്കൽസ് ആൻഡ് പ്രോട്ടീൻസ് എന്ന സംയുക്ത വ്യവസായ സംരംഭം രൂപം കൊണ്ടു. 1979 കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് 2008 ഭൂരിപക്ഷം ഓഹരികളും നിറ്റ ജലാറ്റിൻ വാങ്ങിയതോടെ കമ്പനിയുടെ പേര് നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് എന്നാക്കി മാറ്റി. മൃഗങ്ങളുടെ എല്ലുപൊടിയിൽ നിന്ന് ജലാറ്റിൻ, കൊളാജൻ പെപ്റ്റൈഡ്, കൈറ്റോസാൻ, ഒസീൻ, ഡൈകാൽസ്യം ഫോസ്ഫേറ്റ്, മീറ്റ് മീൽ എന്നിവയാണ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനായി പ്രതിദിനം 120 ടൺ എല്ലുപൊടിയും 1,20,000 ലിറ്റർ ഹൈഡ്രോക്ലോറിക് ആസിഡും കമ്പനി ഉപയോഗപ്പെടുത്തുന്നു. ജനങ്ങളുടെ കണക്കനുസരിച്ച് പ്രതിദിനം 2 കോടി ലിറ്റർ വെള്ളമാണ് കമ്പനി ചാലക്കുടി പുഴയിൽ നിന്ന് ഊറ്റിയെടുക്കുന്നത്. ഏതാണ്ട് അത്രയും തന്നെ മലിനജലം ദിവസവും പുഴയിലേക്ക് കമ്പനി ഒഴുക്കിവിടുകയും ചെയ്യുന്നുണ്ട്. ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ ഗ്രാമവാസികൾ വികസനത്തിന്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞു.
ആദ്യ സമയത്ത് ഞാൻ ഈ കമ്പനിയുടെ വശത്തു കൂടെ ഒന്ന് പോയപ്പോൾ തന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇത് അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ അത് മറ്റേ അങ്ങനെ ഈ വായുവിൽ നിന്ന് ഉണ്ടാകുന്ന ഇതാണ് നമ്മൾ നേരിട്ടിട്ട് ആദ്യം നമുക്ക് രൂക്ഷമായിട്ട് അനുഭവപ്പെട്ടിരുന്നത്. പിന്നീട് മനസ്സിലാവുന്നു അത് വായുവിന് മാത്രമല്ല, ഇപ്പോൾ ചാലക്കുടി പുഴയിലേക്കാണ് അവർ ഈ കമ്പനി ഔട്ട്ലെറ്റ് വെച്ചിട്ടുള്ളത്. ചാലക്കുടി പുഴയെ അപ്പാടെ നശിപ്പിക്കുന്ന രീതിയിൽ ഈ കമ്പനിയുടെ പ്രവർത്തനം കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ മണ്ണ് സ്ലഡ്ജ് കമ്പനിയിൽ നിന്ന് കയറ്റി ആദ്യം ഇവിടെ തന്നെ അടുത്ത പാടങ്ങളിലും അതിന് അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഈ സ്ലഡ്ജ് ഇടുന്ന സമയങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ വേസ്റ്റ് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, അങ്ങനെ മണ്ണ്, വെള്ളം, വായു ഇത് മൊത്തം നശിപ്പിക്കുന്ന രീതിയിലാണ് കമ്പനിയുടെ പ്രവർത്തനം. ഇവിടെ ഒരു 100-300 പറ ഞങ്ങൾ കൃഷിയും കൊണ്ട് കഴിഞ്ഞിരുന്നേ. 300 പറ നെല്ലൊക്കെ ഞങ്ങൾക്ക് ഒരു പൂപ്പിൽ കയറിക്കൊണ്ടിരുന്നതാ. ഇതിങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലത്ത് കൃഷി ചെയ്യാണ്ടായി. ചെയ്താൽ നെല്ല് ഇങ്ങോട്ട് വരുമ്പോൾ നെല്ല് ഇങ്ങോട്ട് പൊളച്ച് വരും. ഇത് ഒരു തരത്തിൽ എന്തോ വളത്തിൻ്റെ അംശമുണ്ട് ഇതിൽ, പൊളച്ചങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ചവലച്ച് അങ്ങോട്ട് പോകും നെല്ല് നട്ടുണ്ടെങ്കിൽ. ഇത് കിടക്കണുണ്ടോ അതൊക്കെ? ഒന്ന് പോയി ഞങ്ങളുടെ പാടത്തൊന്ന് പോയി നോക്കണ്ടാണ്. കൃഷി സ്ഥലമൊക്കെ നൊരച്ച് പൊന്തി കിടക്കുകയാണ്. ഈ ആസിഡിൻ്റെ ഞങ്ങൾ മതിലിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലമാണ് ഞങ്ങളുടെ. ആ സ്ഥലം ഈ മാതിരി നൊരച്ച് കിടക്കുമ്പോൾ ഞങ്ങൾ അതിനകത്ത് ഇറങ്ങാൻ നിർത്തി. ഞങ്ങളുടെ കാലൊക്കെ ഇരിക്കണ കണ്ടൂടെ? ഈ മാതിരി ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെങ്ങനെ അതിനകത്ത് ഇറങ്ങണേ? ഞങ്ങൾക്ക് നല്ല അസല ആദായം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. 3 പൂവും കൃഷി ചെയ്ത് ഞങ്ങൾ ഈ മണ്ണിൽ ആദായം കൊണ്ടാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ തെങ്ങ് വൃക്ഷങ്ങളൊക്കെ പോവുകയും ചെയ്തു. ഒരു അമ്മയുടെ കർത്തവ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ കുളിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന ഒരവസ്ഥ. പക്ഷേ ഞങ്ങൾക്ക് പണ്ട് കാലം മുതലുള്ള വലിയൊരു അനുഭവം വെച്ചാൽ അമ്മ ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുഴയിലേക്ക് വരുന്നു, കുളിക്കുന്നു, ആ മണപ്പുറത്തിരിക്കുന്നു, വെയിലുകൊണ്ട് ചെല്ലുമ്പോൾ തല തോർത്താതെ പോലും വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു. വീണ്ടും വന്ന് ഈ പുഴയിൽ തന്നെയാണ് ഞങ്ങൾ കളിക്കുന്നതും കുളിക്കുന്നതും, തിരിച്ച് സന്ധ്യയാകുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുന്നു. അമ്മയുടെ വലിയൊരു ഭാരം കുറഞ്ഞു കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു തലവേദനയോ പനിയോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പുഴയിൽ പോയി ഒന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ മാറും. ഇപ്പോൾ ഒരു തലവേദനയും പനിയും വന്ന് പുഴയിൽ പോയി കുളിച്ച് അപ്പം ചാവും. അത് ഞങ്ങളൊരു കാലത്ത് ഇനി കുളിക്കാനൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ പാടത്ത് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിലേ വരുമായിരുന്നു. അന്ന് ഇതിലെ ആനയും ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കരിമനക്കാവ് ഒരു ക്ഷേത്രമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ മാലിന്യമായപ്പോൾ ഞങ്ങൾ തൊട്ട് പനമ്പള്ളി കടവിലേക്ക് നീങ്ങി. ഈ മാലിന്യത്തിൻ്റെ പൈപ്പ് കൊണ്ട് കുളിക്കാൻ പറ്റും. ഇന്ന് ആ കടവ് ഇതിനേക്കായി മോശമായിട്ട് കാണുന്നത്. അതായത് ഞങ്ങളൊരു 100 പേരെങ്കിലും ഇവിടെ കുളിച്ചിരുന്ന ഇന്നൊരു ആൾ പോലും ഈ കടവിലേക്ക് തിരിഞ്ഞു നോക്കണില്ല. ഈ മാലിന്യം പൊട്ടിയതിൻ്റെ അവശേഷങ്ങൾ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാലിന്യ പൈപ്പ് പോണേന് അവർക്ക് എയർ തള്ളാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുഴലാണ്. ഇതിനിപ്പം ആരെങ്കിലും ഷൂട്ട് ചെയ്യാൻ വന്നു കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവരവിടെ വെള്ളം ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ഇടും. ഇതിപ്പോൾ നോക്കിയാൽ മണം നോക്കിയാൽ ഇപ്പോൾ ഇത് അങ്ങനെ അത് ശരിക്കും പോണ സമയത്ത് ഈ മേഖലയിൽ നിൽക്കാൻ പറ്റില്ല, അത്ര ഫ്യൂംസാണ്. മാൻഹോള് തള്ളിപ്പോയി, പുഴയിൽ വെള്ളം കൂടിയപ്പോഴേ തള്ളിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവർ അടിയിലേക്കാണ് വിടുന്നത്. അപ്പോൾ ഈ സാധനം ഭയങ്കര കട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പുഴയുടെ ലെവൽ കൂടിയപ്പോൾ വെള്ളം കൂടിയപ്പോൾ ഫ്ലോ കിട്ടിയില്ല. അപ്പോൾ ഈ സാധനം മാൻഹോള് തള്ളിപ്പോയി. അപ്പോൾ ഈ മേഖല മൊത്തം ടൺ കണക്കിന് മാലിന്യമായിരുന്നു. കമ്പനിയിൽ ആ വാസന കാരണത്താൽ നമ്മൾ സാപ്പാട് കഴിക്കാൻ കുത്തിരിക്കുമ്പോൾ നോക്കാൻ പറ്റും, അതും കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ അതാണ്. കാതിക്കുടത്തുള്ള LGL കമ്പനിയുടെ സമീപത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നത് പിന്നെയാണ് എനിക്ക് അതിശക്തമായ ശ്വാസം മുട്ടെന്ന് തന്നെ പറയാം. എല്ലാ ദിവസവും മരുന്നൊക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ സ്മെല്ല് കൂടുമ്പോൾ കൂടുതലാവാണ്. അല്ല നെബുലൈസേഷനൊക്കെ ചെയ്ത് നടക്കണം. പിന്നെ എൻ്റെ മോൻ അതുപോലെ 10 മാസം വരെ അവൻ അന്നനാട്ടിലായിരുന്നു. അവിടെ നിന്നാണ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം തുടങ്ങി അവനും ശ്വാസം മുട്ടുന്നത്. ഇരിങ്ങാലക്കുട സെയിൻറ് ജോസഫ്സ് കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിൽ കമ്പനിയുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഭൂരിപക്ഷം കിണറുകളും ഉപയോഗശൂന്യമാണെന്ന് കണ്ടെത്തി. കിണറുകളിൽ ഖരമാലിന്യ സാന്നിധ്യവും അമ്ലതയും വളരെ കൂടുതലാണ്. പഠനത്തിൽ ഉൾപ്പെട്ട 70% പേർ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും 36% പേർ ത്വക്ക് രോഗബാധിതരും 13% പേർ ക്യാൻസർ രോഗികളുമാണ്. ഞങ്ങൾ ആസിഡ് വെള്ളം കുടിച്ചോണ്ടിരുന്നുള്ളൂ. പഞ്ചായത്തിൽ നിന്ന് കുമ്മായിട്ട് കുടിക്കാൻ പറഞ്ഞു തന്ന കടലാസ് കുമ്മായിട്ട് കുടിച്ചോളാം. ഞങ്ങളോട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുമ്മായിട്ട് കുടിച്ചോളാം. അങ്ങനെ ഒരു നിയമമുണ്ടോ? അങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്ത് പറയാൻ പാടുണ്ടോ? കുമ്മായം കിട്ടും വെള്ളം കുടിച്ചോളാം. എന്തെന്നാ പറയാ,
അപ്പോൾ ഞാൻ എന്നിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് എഴുതി 1 ലിറ്റർ വെള്ളത്തിൽ എത്ര സ്പൂണ് കുമ്മായിടണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞ കിണർ മുഴുവൻ മൊത്തം വറ്റിച്ച് അതിൽ എന്നിട്ടാണ് ക്ലോറിൻ ഇട്ട് കുടിക്കാൻ. അപ്പോൾ കുമ്മായിട്ട് കുടിക്കാൻ പറഞ്ഞ് കാക്കനാട് ഇതിൻ്റെ വെള്ളം പരിശോധിച്ചവർ എഴുതി തന്നപ്പോൾ ഇവർ പറയണ് ഇതിട്ട് ക്ലോറിൻ ഇട്ട് കുടിക്കാൻ. ഇത് ഞങ്ങൾ ഏതിട്ടാണ് കുടിക്കണ്ടേ? ഞങ്ങളെ കുട്ടികളെ നിങ്ങൾക്ക് കാണാം, 8 12 വയസ്സായ കുട്ടികളെ കാണണം. അത്രയും ദൂരിതുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ എന്തെങ്കിലും ചെന്ന് പറഞ്ഞു ഞങ്ങളുടെ പേരിൽ അപ്പോൾ കേസ് ഇടും കമ്പനി. കെമിക്കൽ വസ്തുക്കൾ വെള്ളത്തിൽ കലക്കുന്നത് ശരിയല്ല. അത് അവരുടെ ചായയിലോ മറ്റോ കലക്കിയിട്ട് കുടിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ്. ഞങ്ങൾക്കിത് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് പഴയ സാധാരണ കിണറ്റിലെ വെള്ളം മതി. മഞ്ഞ നിറമുള്ള പാടയും പിന്നെ വേറെ അതുമുള്ള വെള്ളമൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെയാണ് നമുക്ക്. അതുകൊണ്ട് ഇനി റിപ്പോർട്ടിൻ്റെ ഒന്നും കാര്യമില്ല. ഇതാണ് റിപ്പോർട്ട്. ഇവിടെ ഇരിക്കുന്ന ഈ ജനങ്ങളിൽ കവിഞ്ഞൊരു റിപ്പോർട്ടില്ല. തുടങ്ങുന്ന സമയത്ത് ഇവിടെ കണ്ണാമ്പലത്ത് അയ്യപ്പൻ നായർ എന്ന് പറയുന്ന FSCTയിൽ പണ്ട് ജോലി ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഈ കമ്പനിയുടെ വിപത്തിനെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അന്ന് ഒരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഒരു വേദിയിൽ പറയുകയുണ്ടായി, ഇങ്ങനെ അന്ന് ഇദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വട്ടാണ് എന്ന് ഞങ്ങൾ പരിഹസിച്ചിരുന്നവരാണ്. കാരണം നാട്ടിലെ വികസനം വേണം, തൊഴിൽ വേണം, ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കിട്ടും എന്നുള്ള ഒരു വ്യാമോഹം അന്നുണ്ടായിരുന്നു പൊതുവെ. അപ്പോൾ ഈ നാട്ടിലേക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇത് വരുന്നതും കമ്പനി പ്രവർത്തനം തുടങ്ങുന്നതും. ക്രമേണ ആ പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളം കുടിക്കാൻ പറ്റാത്ത സാഹചര്യമാവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് പല സമരങ്ങളും പല ഘട്ടങ്ങളിൽ കമ്പനിക്കെതിരെ നടന്നിട്ടുണ്ട്. പണത്തിൻ്റെ സ്വാധീനവും പിന്നെ പ്രലോഭനങ്ങളും ഭീഷണികളും ഒക്കെ മുഖാന്തരം പല സമരങ്ങളിലും പല സമയങ്ങളിലായിട്ട് കെട്ടടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കെ അവസാനം വന്ന ഈ സമരം, ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ജനങ്ങൾക്ക് ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല സമരത്തിനോട്. കാരണം ഓരോ സമരങ്ങളും അവരുടെ ഈ കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്ന് ഈ സമരങ്ങളൊക്കെ വ്യക്തി താല്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകും എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ജനങ്ങൾ ആദ്യം അവിശ്വാസത്തോടെ തന്നെയാണ് ഈ സമരത്തെ നോക്കി കണ്ടിരുന്നത്. ക്രമേണ 1 വർഷം കൊണ്ട് പല ബോധവൽക്കരണ സെമിനാറുകളും ചർച്ചകളും നിവേദനങ്ങളും പരാതികളും പഞ്ചായത്തിലേക്ക് മാർച്ച് അങ്ങനെ തുടങ്ങിയിട്ട് പല പടിയായിട്ട് സമരം ജനകീയമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ആക്ഷൻ കൗൺസിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും അനുമതി വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇല്ല എങ്കിൽ അത് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഞങ്ങളോട് വെളിവാക്കണം. അങ്ങനെ അനുമതി മേടിച്ച് ഈ മാർച്ച് നടത്താൻ ഞങ്ങൾ ഇറങ്ങുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് നിങ്ങൾ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യവും വെളിവാക്കണം. 2 കൂട്ടർക്കും കൂടി അനുമതി നൽകി ആട്ടിൻകുട്ടികൾ തങ്ങിടുമ്പോൾ കാതികുടം നീറ്റാജലാറ്റിൻ കമ്പനി ഉയർത്തുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പത്രവാർത്തകളൊക്കെ വായിച്ച് അറിയാമായിരുന്നെങ്കിലും വേറൊരു മീറ്റിങ്ങിന് പോയ സന്ദർഭത്തിൽ അവിചാരിതമായിട്ടാണ് ഞാൻ അവിടേക്ക് ചെന്നത്. അന്ന് അവിടെ കൂടിയിരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം അവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ ശാരീരികമായിട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അവരുടെ രോഗം, അതുപോലെ അവർ അതുവരെ അവയറല്ലാതിരുന്ന, അതേസമയം ഇപ്പോൾ കൂടുതൽ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ അവിടെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ മരണങ്ങൾ, ഇതൊക്കെ അവർ വിവരിച്ച് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇതുപോലെ ഒരു പ്രദേശത്തെ മുഴുവനും മരണത്തിലേക്കും രോഗത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളി വിട്ടുകൊണ്ട് ഒരു കമ്പനി അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി എന്ന് പറയും, എത്രയോ വർഷങ്ങളായി എന്ന് പറയുന്നത്. ഒരുപക്ഷെ പ്ലാച്ചിമട ഇതിനേക്കാളും വളരെ പെട്ടെന്ന് അതിൻ്റെ ദോഷത്തെക്കുറിച്ചിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടാവുകയും ആ സമരം വളരെ ശക്തമായിട്ട് പോവുകയും ചെയ്തു. ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ മക്കളാണ്.
അവരിന്ന് ഈ മരുന്നടിച്ചുകൊണ്ടും ഇത് ഈ ഗുളിക കഴിച്ചുകൊണ്ട് അവർ എത്ര കാലം ജീവിക്കാൻ പറ്റും അവർക്ക്? പുഴ ഒഴുകിയിരുന്നത് ഈ ഭാഗത്തിൽ കൂടിയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗത്തിൽ കൂടിയാണ് പുഴ ഒഴുകിയിരുന്നത്. കമ്പനിയുടെ പമ്പ് ഹൗസിന് വേണ്ടി അവിടെ നിന്ന് മണ്ണ് താത്തി ആ മണ്ണ് ഇപ്പുറത്തേക്കിട്ട് ഈ പുഴയ്ക്ക് ഇവിടെ ഒരു തടസ്സം വന്നു. അങ്ങനെ കാലക്രമേണ മണലെടുത്ത് കഴിഞ്ഞപ്പോൾ പുഴ ആ മേഖലയിൽ കൂടെ ഒഴുകി. ശരിക്കും ഒഴുക്ക് താഴേക്കാണ്. ചാലക്കുടി പുഴ എന്ന് പറയുന്നത് കറുത്ത പുഴയായി മാറിയിരിക്കുന്നു. ഈ കമ്പനി പുറത്തുവിടുന്ന മാലിന്യമാണ് അതിന് കാരണമെന്നതിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, മത്സ്യങ്ങൾ പൊന്തുന്നു. ഈ നദിയിൽ നിന്നാണ് ചാലക്കുടി പുഴയിൽ ഈ കമ്പനി NGL കമ്പനി പുറത്തുവിടുന്ന മാലിന്യത്തിന് തൊട്ട് താഴെ നിന്നാണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കുടിവെള്ള പദ്ധതിയുള്ളത്. മാമ്പ്ര കുടിവെള്ള പദ്ധതി, പുത്തഞ്ചിറ കുടിവെള്ള പദ്ധതി, കൊടുങ്ങല്ലൂർ മേത്തല കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ തീരദേശം വരെയുള്ള ഒട്ടനവധി പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതി നിലകൊള്ളുന്ന ഈ പുഴയുടെ വെള്ളം മലിനമായി കഴിഞ്ഞാൽ 10,000-കണക്കിന് ജനങ്ങളാണ് അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നത്. ഈ പുഴ ഞങ്ങളുടെ കുടിനീരിൻ്റെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സാണ്. പക്ഷേ പലപ്പോഴും പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഈ പുഴ ഒരു അഴുക്ക് ചാലായി വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. മിക്കപ്പോഴും ഈ കടവിൽ കുളിക്കാൻ വരുന്ന കുട്ടികളും സാധാരണക്കാരും കുളിക്കാൻ കഴിയാതെ കയറിപ്പോരുന്ന ഒരവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കുവാൻ ഈ പുഴയിലെ ശുദ്ധജലം സംരക്ഷിക്കുവാൻ വേണ്ടി ഈ 11 ഷട്ടറുകളും കണക്കങ്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ 11 ഷട്ടറുകളും താഴ്ത്തുമ്പോൾ മുകളിൽ നിന്ന് വരുന്ന അഴുക്ക് ഈ ജലം പൂർണ്ണമായി മലിനപ്പെടുത്തുന്ന രീതിയിൽ മിക്കവാറും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു കേട്ടിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ കാടുകുറ്റിയിലുള്ള അവരുടെ ഭാഷയനുസരിച്ച് ആ എല്ല് കമ്പനിയിൽ നിന്ന് വരുന്ന മാലിന്യം ഇവിടെ അടിഞ്ഞുകൂടുമ്പോഴാണ് കുളിക്കാൻ പറ്റാതെ വരുന്നതും ഈ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റാതെ വരുന്നതും. കോൺക്രീറ്റ് കുഴലിലൂടെ ചാലക്കുടി പുഴയുടെ മധ്യത്തിലേക്കാണ് കമ്പനി മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത്, അതും രാത്രികാലങ്ങളിൽ. അതിനാൽ മാലിന്യങ്ങൾ പുറമേ കാണാൻ കഴിയില്ല. ഇതിനിടയിലാണ് മലിനജലം കമ്പനിയിൽ നിന്നുള്ള മലിനജലം പുഴയിലേക്ക് പാടശേഖരത്തിലൂടെ ഒഴുകി പോകുന്ന സ്ഥലത്ത് ഈ പൈപ്പ് പൊട്ടുകയും മലിനീകരണ പൈപ്പ് പൊട്ടുകയും പാടമാകെ മാലിന്യം കൊണ്ട് നിറയുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മൾ അധികാരികളെ വിവരമറിയിക്കുകയും അധികാരപ്പെട്ടവർ വന്ന് സ്ഥലം പരിശോധിക്കുകയും ഞങ്ങൾ ഉൾപ്പെടെ പഞ്ചായത്തിൻ്റെ ബന്ധപ്പെട്ടവരുൾപ്പെടെ പരിശോധന നടത്തുകയും ഈ പരിശോധന നടത്തിയതിൽ നിന്നും ഇത് ശരിയാണ്, അവിടെ ആ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളെ ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള മാലിന്യങ്ങൾ, ടൺ കണക്കിന് മാലിന്യം പാടശേഖരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണെന്ന് നേരിൽ ബോധ്യപ്പെട്ടപ്പോഴാണ് അടിയന്തരമായിട്ട് അന്ന് തന്നെ പഞ്ചായത്ത് കമ്മിറ്റി വിളിക്കുകയും വൈകിട്ട് കൂടിയ ശേഷം പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശേഷം മാത്രമേ കമ്പനി പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുത്തു. പഞ്ചായത്ത് 20-ാം തീയതി എടുത്ത തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ കമ്പനി സമീപിക്കുകയും ഹൈക്കോടതി അക്കാര്യത്തിൽ പഞ്ചായത്ത് കൊടുത്ത 20-ാം തീയതി കൊടുത്ത ആ താൽക്കാലിക സ്റ്റേ ഉത്തരവ് ക്വാഷ് ചെയ്യുകയാണ്. ക്വാഷ് ചെയ്ത് പഞ്ചായത്തിൻ്റെ പേരിൽ അവസാന വിധിക്കായിട്ട് താൽക്കാലിക വിധി സ്റ്റേ ചെയ്ത് വന്നുകൊണ്ട് അവസാന വിധിക്ക് വേണ്ടിയിട്ട് കേസ് നടന്നു വരികയാണ്. പഞ്ചായത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കമ്പനി കേസ് നടത്തി വരികയാണ്. ഫാക്ടറി വളപ്പിനുള്ളിലും സമീപത്തെ കൃഷിയിടങ്ങളിലുമായിരുന്നു ആദ്യകാലങ്ങളിൽ കമ്പനി ഖരമാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നത്. ഗ്രാമവാസികളുടെ എതിർപ്പിനെ തുടർന്ന് കമ്പനി ഇവ പാലക്കാട് ജില്ലയിലെ മുതലമടയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോൾ ഗാദികുളത്തുള്ള NGL കമ്പനിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ലോഡ് കണക്കിന് കൊല്ലങ്കോട്, മുതലമട, എലവഞ്ചേരി പ്രദേശങ്ങളിൽ കൃഷിയിടങ്ങളിൽ കൊണ്ട് നിറയെ തട്ടാറുണ്ട്. അടുത്ത കാലത്തായിട്ടാണ് ഇപ്പോൾ അത് കൂടുതലായിട്ട് അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത്. ലോറികളിൽ ഏറ്റവും ഒരു ദിവസമൊക്കെ 10-15 ലോഡ് അതിൽ കൂടെ പാസ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കുറച്ച് ഈ 1 മാസം 2 മാസമായിട്ടാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്.
ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കൂമ്പാരമായിട്ട് പല കൃഷിയിടത്തും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ചില സാധനങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് അവിടുന്ന് ഈ സാധനം വേറെ പാക്ക് ചെയ്തിട്ട് വളമാണെന്ന് പറഞ്ഞിട്ട് തെങ്ങുതോട്ടങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ജൈവവളമാണെന്ന് പറഞ്ഞിട്ടാണ് വിൽപ്പന നടത്തുന്നത്. പ്രതിഷേധം ഇവിടുന്ന് ഈ ജലാറ്റിൻ കമ്പനിയിൽ നിന്നാണ്, ഖാദി കൊടുത്തുനിന്നാണ് എന്ന് ഇവിടുന്ന് കുറേ സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞ ശേഷമാണ് നമുക്ക് ഇത്രയും വലിയ പ്രശ്നമുള്ള അല്ലെങ്കിൽ വിഷമാലിന്യമുള്ള ഇതാണെന്ന് അറിയുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ ഈ ലോറി തടയുകയും അവിടുത്തെ മാലിന്യങ്ങൾ കൊണ്ടിടാൻ സമ്മതിക്കാതെ സോൾഡാറ്റി പോലുള്ള സംഘടനകളും അവിടുത്തെ ലോക്കൽ ആളുകളും ചേർന്നിട്ട് ലോറി തടയുകയുണ്ടായി. ലോറി തടഞ്ഞ് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവിടുത്തെ പോലീസിൻ്റെയും മറ്റ് ശ്രദ്ധയിൽപ്പെടുത്തപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ കുറേയൊക്കെ തടഞ്ഞു. പിന്നെ അവർ രാത്രിയിലായിരുന്നു കൊണ്ടുവന്ന് തട്ടിക്കൊണ്ടിരുന്നത്. പകൽ സമയങ്ങളിൽ ഇപ്പോൾ എന്തായാലും കൊണ്ടുവരുന്നില്ല. സ്ത്രീകളുടെ ഒരു വലിയ ശക്തി കാതിക്കുട സമരത്തിൻ്റെ പിന്നിലുണ്ട്. കാരണം അതെനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് ചാലിയാറിലും നമ്മൾ കണ്ടതാണ്. കാരണം ഈ കാതിക്കുടത്തെ സ്ത്രീകൾ പറഞ്ഞത് രാത്രി ഒരു 12:30 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവർ എയറിലേക്ക് ഇതിൻ്റെ ഇത് വിടുന്നത്. ആ സമയത്ത് കുഞ്ഞുങ്ങൾ പെടഞ്ഞ് ഉണർന്ന് നിലവിളിക്കുകയും ശ്വാസം മുട്ടുകയൊക്കെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അറിയുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം, കിണറിലെ വെള്ളം മലിനപ്പെട്ടു എന്നുള്ളത് അടുക്കളയിൽ തിരിച്ചറിയുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഇതിൻ്റെ ഏറ്റവും അനുഭവസാക്ഷിയുള്ള ആളുകൾ. അതുകൊണ്ട് സ്ത്രീകളുടെ പങ്കാളിത്തം അവിടെ വളരെ കൂടുതലാണ്. നമ്മൾ വീണ്ടും ഒരു സമരത്തിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ സമരങ്ങളുടെ പരാജയത്തിന്റെ കണക്കെടുപ്പ് കൂടി വേണം. ഒരുപക്ഷെ ഈ ഫാക്ടറി ഇവിടെ നിന്ന് പോകേണ്ടതാണെങ്കിൽ പോകണം. അല്ല, ഇതിനെ കൃത്യമായ റെഗുലേഷനുകളിലും നിയന്ത്രണങ്ങളിൽ കൂടി ഇത് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ, അത് നാട്ടുകാരുടെ ജീവനും കൃഷിക്കും യോഗ്യമായി കൊണ്ടു നടക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇവിടെ കെട്ടിക്കണമെന്ന് പറഞ്ഞ് 10 വർഷം കഴിഞ്ഞും ഈ ഫാക്ടറി ഇവിടെ നിൽക്കുകയും വീണ്ടും ആളുകൾ മരിക്കുകയും ചെയ്താൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം കെട്ടിക്കേ അടങ്ങൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്കാണ്. ഇപ്പോൾ നമ്മുടെ ആയുധം തോക്കും ലാത്തിയും ഒന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ആയുധം അറിവാണ്. ആ അറിവിന്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവരെ തുരത്താൻ കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. മദവൻകുട്ടി സൂചിപ്പിച്ചതിൽ നമുക്കെതിരെ അഭിപ്രായമില്ല. ഈ നാടിന്റെ 1.5 കോടി ലിറ്റർ വെള്ളം ദിവസേന ഉപയോഗിക്കാതെ, ഈ പുഴ മലിനമാക്കാതെ, ഇവിടെ രോഗാതുരമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാതെ ഈ കമ്പനി പ്രവർത്തിക്കുമെങ്കിൽ തീർച്ചയായും നമ്മളത് സ്വീകരിക്കും. പക്ഷെ കഴിഞ്ഞ 30 വർഷത്തെ നഷ്ടത്തിന് ആര് മറുപടി പറയും എന്നുകൂടി നമുക്ക് അവർ ബോധ്യപ്പെടുത്തി തരേണ്ടി വരും. കുറ്റം മുഴുവനും സമരക്കാർക്കാണ്. സമരക്കാരെ പറഞ്ഞാൽ എന്തിനാണ് സമരം ചെയ്യുന്നത്? സമരം ചെയ്യുന്നത് ഇതിനെ പറ്റിയുള്ള അറിവ് നേടിയതുകൊണ്ടാണ്. ഇത് ദോഷമാണ്, ഇത് അപകടമാണ്, ഇതാണ് നശിപ്പിക്കുന്നത് എന്ന് വരുമ്പോഴാണ് ഒരു സമരം അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. ജനകീയ സമരങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ്. ഇതൊക്കെ അനാവശ്യമാണെന്നാണ് എപ്പോഴും ഭരണപക്ഷം പറയുക. ഇത്തരത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഉരുത്തിരിഞ്ഞു വരുന്ന സമരങ്ങൾ മുഴുവനും അനാവശ്യമാണെന്ന് പറയുകയാണ് വികസനവാദികളായിട്ടുള്ള ഭരണപക്ഷങ്ങൾ. അവരിടതോ വലതോ മറ്റെന്തോ ആവട്ടെ, ഭരണപക്ഷങ്ങൾ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. രാവിലെ പോലീസ് ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു, നിങ്ങളുടെ പേരിൽ കേസുണ്ട്. അപ്പോൾ എന്ത് കേസാണെന്ന് വെച്ച് പറഞ്ഞാൽ 6 മാസം മുൻപ് NGL കമ്പനിയുടെ ഒരു റോഡിൽ കൂടെ നമ്മൾ നടന്നിട്ടുള്ള റോഡിൽ കൂടെ നടന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ പ്രകടനം, അതിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് നിങ്ങളോട് വന്ന് ഒപ്പിടാൻ വന്നത്. അപ്പോൾ ഞാൻ ഒരു കുറ്റം ചെയ്തല്ലേ, ഞാൻ റോഡിൽ കൂടെ നടത്തുന്നൊരു കുറ്റം മാത്രമേ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വരില്ല പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവർ വന്നു. അപ്പോൾ നിങ്ങളെ പിടിച്ച് കഴിഞ്ഞ് ജീപ്പിലിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ശരി, കൊണ്ടുപോകണമെങ്കിൽ അവർ എന്തൊരു ചെയ്യുന്നതെന്ന് അറിയാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ കുഴപ്പമില്ല, നിങ്ങൾ അടുത്ത നടപടി എന്താണെന്ന് ചെയ്തോ, ഞാൻ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ എനിക്ക് ശിക്ഷ അനുഭവിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരപ്പോൾ തന്നെ വന്ന് 15 മിനിറ്റിനുള്ളിൽ ഒരു വണ്ടി പോലീസും 6 പോലീസുകാരും കൂടി വന്ന് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ലാൽകുമാർ സാറും പിന്നെ വനിതാ പോലീസ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ ചെന്നതിന് ശേഷമാണ് എൻ്റെ പേരും അഡ്രസ്സും തന്നെ അവർ എഴുതിയെടുത്തത്. അല്ലാണ്ട് ഒരു സമൻസ് വരെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, ഫോൺ ചെയ്ത് ഇവിടെ വന്നു. ഫോൺ ചെയ്തപ്പോ തന്നെ എന്റെ പേര് സിനി എന്നാണോന്ന് ചോദിച്ച് പോലീസ് ഫോൺ ചെയ്തിട്ട്. നമ്മൾ സിനി അല്ല, സന്തോഷം എന്നാണ് എന്റെ ഭർത്താവിന്റെ പേര്, സിന്ധു എന്നാണെന്ന്. എന്നിട്ടാണ് അവരെ വണ്ടി കൊണ്ട് വന്നത്. അല്ലാണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ ഉള്ളിൽ ഇടയിൽ.
ഞാൻ എൻ്റെ ജീവൻ പോകുന്നവരെ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഈ 100, 101 അല്ലെങ്കിൽ 110 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാഹാരം എടുക്കാൻ മുമ്പ് ഞാൻ എടുക്കും. എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. പക്ഷേ എൻ്റെ മക്കളോ മക്കളുടെ മക്കളും അതേമാതിരിയുള്ള ആൾക്കാർ കിടന്നിട്ട് കാണിക്കാൻ വേണ്ടിയുള്ള ചങ്ക് തകരാണ്. അത് നിങ്ങളോട് ആരോടും പറഞ്ഞ മനസ്സിലാവില്ല. ദൈവത്തിൻ്റെ മുൻപിൽ യാതൊരു തെറ്റും ഈ സമരം ചെയ്യുന്നവരാരും ചെയ്തിട്ടില്ല, ചെയ്യില്ല. തീർച്ച അത് സത്യമാണത്. ഇത് സത്യത്തിൻ്റെ സമരമാണത്. കാതിക്കുടത്ത് നമുക്ക് തുമ്പികളെ കാണാൻ കഴിയില്ല, കാതിക്കുടത്ത് നമുക്ക് പൂമ്പാറ്റകളെ കാണാൻ കഴിയില്ല, കാതിക്കുടത്ത് നമുക്ക് രാവിലെ സഞ്ചരിക്കുമ്പോൾ, വീട്ടിൽ നടക്കുമ്പോൾ, വൈകുന്നേരത്ത് നടക്കുമ്പോൾ ഏറ്റവും ശുദ്ധമായ വായു ഉണ്ടാകുന്ന സമയമാണത്. ആ സമയത്ത് നമുക്ക് മൂക്കുപൊത്തിയെ നടക്കാൻ കഴിയൂ. കാതിക്കുടത്തെ ഏറ്റവും നല്ല നദിയാണ്. മീൻ ചത്തുപോകുന്നത് എല്ലാ കൊല്ലം മാസത്തിൽ 3 ഓരോ പ്രാവശ്യം വെച്ച് കൊല്ലത്തിലൊരു 3 പ്രാവശ്യമെങ്കിലും മീൻ ചത്തുപോകുന്നുണ്ട്. ഞങ്ങൾ കരയ്ക്കായതുകൊണ്ട് ചത്തുപോകുന്നില്ല. കരയ്ക്കല്ലേ ഞങ്ങൾ ചത്തുപോകുന്നു, വെള്ളത്തിലാണെങ്കിൽ ചത്തുപോന്തി തന്നെ വേണ്ടേ. இங்கே உள்ள விஷயங்களை பார்க்கும்போது இங்கே உள்ள நதிகள் எல்லாம் விஷமாயி, இங்கே உள்ள காற்று பொல்யூட் ஆகி, தண்ணி குடிக்க முடியாம, தண்ணி நிலத்திலிருந்து தண்ணி இல்லாம ஒட்டுமொத்தமா இந்த அபூர்வமான பூமி ரொம்ப மோசமா போற ஒரு விஷயத்தை கண்கொண்டு பார்த்துட்டு இருக்கிறது ரொம்ப துக்கமா இருக்கு. அந்த துக்கத்தை உங்களை மாதிரியே நானும் ஷேர் பண்றேன், அதை பத்தி எழுதுவேன். രാത്രിയിൽ ഇവിടെ കുട്ടികൾക്ക് ശ്വാസം മുട്ട് വല്ലാതെ കൂടിയിട്ട് പല വീട്ടുകാരും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് ശ്വാസം മുട്ടാണ്, അവര് കിടന്ന് പെടയുകയാണ്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഫോൺ എടുത്ത ആളുകൾ പറഞ്ഞത്രേ, അവിടെ ഇരിക്കുക, അത്തരം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. വീണ്ടും വിളിച്ച ആളിനോട് പറഞ്ഞത്രേ, വെക്കട ഫോൺ, അവിടെ എന്താ അത്തർ ഫാക്ടറി തുടങ്ങണോ എന്ന്. കുട്ടിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറയുമ്പോ പോലീസിന് അതിന് ആ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. നമുക്ക് സാമാന്യ ബോധമുള്ള ആർക്കും അറിയാം. എങ്കിലും ഈ നാട്ടിൽ ഇത് ഞാനോ നിങ്ങളോ ഉണ്ടാക്കുന്നതല്ല, നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ കരടായി നിൽക്കുന്ന ഒരു കമ്പനിയുടെ പ്രവർത്തനം കൊണ്ടാണ്, ആ കമ്പനിയിൽ നിന്ന് വരുന്ന വിഷവാതകം കൊണ്ടാണ് നമ്മുടെ കുട്ടി ശ്വാസം മുട്ടുന്നതെങ്കിൽ ഈ രാജ്യത്തെ നീതിപാലകരോട് അത് വിളിച്ചു പറയുമ്പോൾ കുറഞ്ഞ പക്ഷം മാന്യമായ ഒരു മറുപടി പറയാൻ ഞങ്ങൾ അന്വേഷിക്കട്ടെ, ഇന്നെന്താ കൂടുതൽ ദുർഗന്ധമുണ്ടോ, ഞങ്ങൾ കമ്പനിയോട് അന്വേഷിക്കട്ടെ എന്ന് പറയാനുള്ള ഏറ്റവും കുറഞ്ഞ മാന്യത പോലും ഈ നാട്ടിലെ പോലീസിനില്ലെങ്കിൽ നമ്മൾ എന്താണ് അവരെ വിളിക്കേണ്ടത്? ഗ്രാസിം ഫാക്ടറി ഉപേക്ഷിച്ചുകൊണ്ട് ബെർളക്ക് കേരളം വിട്ടു പോകേണ്ടി വന്നു. ബെർള കേരളം വിട്ടതുപോലെ NGIL-നും കേരളം വിടേണ്ടി വരുന്ന ഒരു നാള് ചരിത്രത്തിൽ സംഭവിക്കാനിരിക്കുന്നു എന്ന് നാം ഓർക്കുക. അതിനുള്ള ഒരു സമര കാഹളമാണ് എന്ന് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവിതം തകർക്കുക, അങ്ങനെ ഒരു വ്യവസായം വേണോ? കേരളം ഒരു പ്രത്യേകതരം സംസ്ഥാനമാണ്. ജനസാന്ദ്രതയിൽ ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തെക്കാളും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. ഇവിടെ ഒരൽപ്പം ഭൂമി പോലും ഉപയോഗിക്കാൻ പറ്റാത്തതായി കേരളത്തിൽ ഇല്ല. കൃഷിയോഗ്യമായതോ വാസയോഗ്യമായതോ അല്ലാത്തൊരു ഭൂമി കേരളത്തിൽ ഇല്ല. ഇത് രണ്ടുമല്ലാത്ത ഭൂപ്രദേശങ്ങളുള്ള ഒട്ടേറെ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവിടങ്ങളിൽ വമ്പിച്ച വ്യാവസായിക പുരോഗതി മുന്നേറ്റം നടക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് ജനസാന്ദ്രതയേറിയ കാർഷിക യോഗ്യമായ വാസയോഗ്യമായ കേരളത്തിന്റെ മണ്ണിലും അത്തരം ഫാക്ടറികൾ തുടങ്ങിക്കളയാമെന്നാണ് നമ്മുടെ ആളുകൾ വിചാരിക്കുന്നത്. NGIL കമ്പനി വേണ്ട, NGIL
പിറന്ന മണ്ണിൽ ജീവിക്കാൻ വളരും നമ്മുടെ മക്കൾക്കായി നാടും പുഴയും നിലനിർത്താൻ ഭീകര കമ്പനി വേണ്ടേ വേണ്ട, ക്യാൻസർ കമ്പനി വേണ്ടേ വേണ്ട, NGIL അടച്ചുപൂട്ടുക, അനിശ്ചിതകാല സത്യാഗ്രഹം സിന്ദാബാദ്, അനിശ്ചിതകാല സത്യാഗ്രഹം സിന്ദാബാദ്. അനിശ്ചിതകാലത്തേക്ക് നീണ്ടു പോകാൻ പോവുകയില്ല. വളരെ അടുത്തു തന്നെ ഈ സമരം അവസാനിപ്പിക്കേണ്ടി വരും. അതിനു മുമ്പ് തന്നെ ഈ കമ്പനി അടച്ചുപൂട്ടേണ്ടി വരുമെന്നുള്ള സൂചന ചെയ്യുന്ന നിറ്റ ജെലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മലിനീകരണത്തെക്കുറിച്ച് അടുത്ത കാലത്ത് നടത്തിയ പഠനത്തിൻ്റെ ഒരു ശാസ്ത്രീയ പഠനത്തിൻ്റെ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത്. ഈ റിപ്പോർട്ട് ആദ്യമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചാണ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. 2006 സുപ്രീം കോടതി നിയോഗിച്ച ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഈ കമ്പനിയുടെ സ്ലഡ്ജ് ഹസാഡസ് മെറ്റീരിയലാണ് എന്ന് കണ്ടെത്തുകയും അതനുസരിച്ച് പിന്നെ ഇവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ ആവശ്യപ്പെട്ടത്, ഈ കമ്പനിയോട് ആവശ്യപ്പെട്ടത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ മുമ്പിലും യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയറൺമെൻറ്റ് ഫോറസ്റ്റിൻ്റെ മുമ്പിൽ നിങ്ങൾ പോയി എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഈ കമ്പനി ഒരു എക്സ്പ്ലനേഷൻ ലെറ്റർ അയച്ചു. അതോടുകൂടിയിട്ട് പിന്നെ എൻവയറൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്ട്രി ഹസാഡസ് എന്ന് പറഞ്ഞ നേച്ചർ എടുത്ത് മാറ്റി അവർക്ക് സമ്മതം കൊടുത്തിരിക്കുകയാണ്. ഒരു കത്ത് അയച്ചാൽ ഹസാഡസ് നേച്ചർ മാറുമോ? നിറ്റ ജെലാറ്റിൻ കമ്പനിയിൽ നിന്ന് ചാലക്കുട പുഴയിലേക്ക് ഒഴുക്കിവിടുന്ന എഫ്ലുവൻസ് പരിശോധന വിധേയമാക്കി. അതിലും ഹെവി മെറ്റൽസിൻ്റെ അനുപാതം വളരെ വളരെ കൂടുതലാണ്. കറുത്തിയം, നിക്കൽ, ക്രോമിയം എന്നിവയാണ് അതിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ കറുത്തിയത്തിൻ്റെ കാര്യം മാത്രം ഒന്ന് സൂചിപ്പിക്കട്ടെ. മനുഷ്യ മസ്തിഷ്കത്തെയും നശിപ്പിക്കാൻ പറ്റും, മനുഷ്യൻ്റെ വൃക്കകളെയും നശിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ ധൈര്യപൂർവ്വം ഒരു ഒട്ടനവധി പ്രദേശങ്ങളിലെ ഗ്രാമീണ ജനത കുടിവെള്ള സ്രോതസ്സായി പോലും ഉപയോഗിക്കുന്ന ചാലക്കുടി പുഴയിലേക്ക് തുറന്നു വിടുന്നതിൻ്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ആ നാട്ടുകാരുടെയും അവിടെയുള്ള പഞ്ചായത്തിലെ ആളുകളുടെയും ജീവിക്കാനുള്ള അവകാശത്തെ കമ്പനി ചോദ്യം ചെയ്യുന്നു. ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ പാരിസ്ഥിതിക നിയമങ്ങളെയും കമ്പനി ലംഘിക്കുന്നു. ഹസാഡസ് സബ്സ്റ്റൻസ് മാനേജ്മെൻറ്റ് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളെ കമ്പനി ലംഘിക്കുന്നു. കമ്പനിയുടെ സമീപത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ദുർഗന്ധം അനുഭവപ്പെടും. രാത്രികാലങ്ങളിൽ ദുർഗന്ധം രൂക്ഷമാണെന്ന് പരിസരവാദികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിരവധി പഠനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിന് കൃത്യമായി കാര്യങ്ങൾ അറിയാം. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഭരണകൂടങ്ങൾക്കുമൊക്കെ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഒന്നും ചെയ്യില്ല. കാരണം ഈ കമ്പനിക്ക് പിന്നിൽ അതിശക്തമായ ലോബികളുണ്ട്, വിദേശ ലോബികളുണ്ട്, ഇതിൻ്റെ മുതലാളിമാരുണ്ട്, ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുണ്ട്, അവരൊക്കെയുമായി സഹകരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇവരെല്ലാവരും ചേർന്ന ഒരു ഗൂഢസംഘം, മാഫിയ സംഘം ഈ കമ്പനിയെ സംരക്ഷിക്കുകയും ഇവിടുത്തെ ജനങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. നമുക്കറിയാം, ലോകത്ത് പരിസ്ഥിതി അവബോധം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഭോപ്പാൽ പോലെയുള്ള ദുരന്തങ്ങളുടെ ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ രാസമാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും നിരന്തരമായി ഭൂമിയിലേക്കും വെള്ളത്തിലേക്കും വിട്ട് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരമൊരവസ്ഥയിൽ ജനങ്ങൾ അതിശക്തമായ സമരത്തിൽ വരികയല്ലാതെ യാതൊരു നിർവാഹവുമില്ല. ഇന്ന് ഇന്ത്യയും കേരളത്തിനും ഒരുപക്ഷെ ലോകത്തിലാകെ തന്നെ നടക്കുന്ന പ്രധാന അതിജീവന സമരങ്ങൾ അവരുടെ മണ്ണും വെള്ളവും വായുവും ജീവിതവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരങ്ങളാണ്. അത്തരം സമരങ്ങൾക്ക് വ്യാപകമായ ശക്തി വരുന്ന ഈ കാലഘട്ടത്തിൽ ആ സമരങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്നതല്ല, മറിച്ച് രാഷ്ട്രീയ കക്ഷികളെ കൂടി യഥാർത്ഥമായി മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ജീവൻ്റെയും രാഷ്ട്രീയം പഠിപ്പിക്കുന്ന ഇത്തരം ജനകീയ സമരങ്ങൾ ഇനി വളർന്നു വരും. തീർച്ചയായും കാതിക്കുടത്തെ ഇത്രയും ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾ അവരുടെ അവസാന വഴിയെന്ന നിലയിൽ നടത്തുന്ന ഈ അതിജീവന പോരാട്ടം എല്ലാ അർത്ഥത്തിലും കേരളത്തിലും ഇന്ത്യക്കും മാതൃകയാണ്. ഇതൊന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ, ഇവിടെയുള്ളവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. നമുക്കിതെങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന്, എങ്ങനെയാണ് നിങ്ങൾ സമരം ചെയ്തിട്ടും ബാക്കിയുള്ള കാര്യത്തിലൂടെയല്ലേ നമുക്കത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുക, അല്ലേ? അതാണ് ചെയ്യുന്നത്. ഓക്കെ. കാതിക്കുടം
വീണ്ടും ഹരിതസമൃദ്ധിയിലേക്ക് തിരിച്ചു പോകും. അവിടെ തുമ്പ കിളിർക്കും, തുമ്പികൾ പറക്കും വരാനിരിക്കുന്ന വസന്തത്തിൽ.